ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോയിലെ വയലൻസ് വിവാദമായതിനു പിന്നാലെ ചിത്രത്തിന്റെ കാറ്റഗറി മാറ്റണമെന്ന നിർമ്മാതാക്കളുടെ ആവശ്യം തള്ളിയിരിക്കുകയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. സാറ്റലൈറ്റ് അവകാശങ്ങൾ ലഭിക്കുന്നതിനായി സിനിമയുടെ കാറ്റഗറി എ സർട്ടിഫിക്കറ്റിൽ നിന്ന് UA ആക്കി മാറ്റണമെന്നായിരുന്നു നിർമ്മാതാക്കളുടെ ആവശ്യം. അതേസമയം OTTയിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നത് നിരോധിക്കണമെന്നും CBFCയുടെ റീജിയണൽ ഓഫീസർ നദീം തുഫാലി പറഞ്ഞിരുന്നു. OTTയിൽ സിനിമകൾ നിരോധിക്കുന്നതിൽ CBFCക്ക് നിലവിൽ അധികാരങ്ങളില്ലെന്നും ഈ അധികാരം നൽകണമെന്നാവശ്യപ്പെട്ട് CBFC കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കാറ്റഗറി മാറ്റത്തിനുള്ള അഭ്യർത്ഥന CBFC നിരസിച്ചതിനാൽ TV ചാനലുകൾക്ക് സിനിമ സംപ്രേഷണം ചെയ്യാൻ കഴിയില്ല. കാറ്റഗറി മാറ്റത്തിനായി നിർമ്മാതാക്കൾ എഡിറ്റ് ചെയ്ത പതിപ്പാണ് നൽകിയത്. ചിത്രത്തിൽ വയലൻസ് ഉള്ളതിനാൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ അനുവദിക്കാനാകില്ലെന്നും CBFC അറിയിച്ചു. ഫെബ്രുവരി 19-ന് ഇതു സംബന്ധിച്ച അപേക്ഷ തള്ളിയതായും അദ്ദേഹം വ്യക്തമാക്കി. ഉണ്ണി മുകുന്ദൻ അഭിനയിച്ച സൂപ്പർഹിറ്റ് ചിത്രമായ മാർക്കോ കഴിഞ്ഞ വർഷം ഡിസംബർ 20-നാണ് റിലീസ് ചെയ്തത്. മലയാളത്തിലെ ഏറ്റവും വയലൻസ് ഉള്ള ചിത്രമെന്ന ടാഗ്ലൈനോടെയാണ് ചിത്രം എത്തിയത്. ചിത്രം ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനിൽ 100 കോടി റെക്കോർഡും നേടിയിരുന്നു. ഹനീഫ് അദേനിയാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്നത്. ഷെരീഫ് മുഹമ്മദാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.